ഇഷ്ടപ്പെട്ടോ? അല്ല പിള്ള അല്ലറ ആക്കി കൊള്ളാമോ? ചേട്ടാ പടം ഉണ്ടായിരുന്നു? പടം ഉണ്ടായിരുന്നു? എങ്ങനെ ഗായത്രി എങ്ങനെ ഉണ്ടോ? അടിപൊളിയാണോ? ചേച്ചി പടം ഉണ്ടായിരുന്നു? ഗായത്രി എങ്ങനെ അടിച്ചുവിടുമോ? പടം കണ്ട് ഇഷ്ടപ്പെട്ടോ? ചേച്ചി പടം കണ്ട് ഗായത്രി കണ്ട് അടിപൊളിയാണോ? നല്ല സിനിമ. പടം ഉണ്ടായിരുന്നു? നല്ല മൂവിയാണ്. ഗായത്രിയുടെ അഭിനയൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഉണ്ടോ? അതെ, തിയേറ്ററിൽ കാണാനുള്ള തന്നെയുണ്ട്. എന്തൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ടോ? അല്ല, ഞാൻ അങ്ങനെ റിവ്യൂ പറയണമായിരുന്നില്ല. നല്ലതായിരുന്നു, ഇഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു, ഇഷ്ടപ്പെട്ടു അല്ലേ? ഈ ഗായത്രിയുടെ അഭിനയം എങ്ങനെയാണ്? ഇപ്പോഴുള്ള നല്ല അഭിനയം. ഇത് സമൂഹത്തിന് കൊടുക്കുന്നൊരു മെസ്സേജ് തന്നെയാണ്. ഷുവർ. കുറേ പേരിലേക്ക് അതെ ആയിരിക്കും. ഇതിനകത്ത് ഡയറക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? കുറച്ചും കൂടി ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇത്തിരി സ്ലോ ആണോ എന്ന് സംശയമുണ്ട്. ഇത്തിരി ലാഗായി പോയി. ഇങ്ങനത്തെ ഒരു സിനിമ സമൂഹത്തിൽ ഇപ്പോൾ ആവശ്യമാണോ? ഇങ്ങനത്തെ സിനിമ ഒത്തിരി വന്നിട്ടുണ്ട്, എന്നാൽ കൂടി ഇത് കുഴപ്പമില്ല. നല്ല സിനിമ, ഫസ്റ്റ് വാച്ചായിട്ടുള്ള സിനിമയാണ്. അതെ. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ല, ഞാൻ എൻ്റെ സിനിമയുടെ ആസ് എ നോർമൽ ഓഡിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ടായിരുന്നു തിയേറ്ററിലിരുന്ന് പ്രേക്ഷകരോടൊപ്പം കണ്ടപ്പോൾ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ കണ്ടില്ലല്ലോ, എല്ലാവരും പോയി പറയാൻ കണ്ടോ? എല്ലാവരും പറയുന്നത് ഗായത്രി ചെയ്ത കഥാപാത്രത്തിൽ നിന്ന് കുറച്ചുകൂടെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അങ്ങനത്തെ പറഞ്ഞായിരുന്നു. ഫീൽ ചെയ്തോ? സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന ഒരു ലേഡിയുടെ കഥയാണ്. സോ അതുകൊണ്ട് ഞാനായിട്ട് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കില്ല. വൈറലാവോ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെല്ലാവരും കൂടി സഹകരിച്ചാൽ വൈറലാക്കാം. നിങ്ങൾ ഓക്കെ, നിങ്ങളൊക്കെ ഒന്ന് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു നോക്കും. അതെ. ഇതിൻ്റെ ഡയറക്ടർ മുസ്താഖരിയാണ്. അവിടെ ദുബായിലാണ്, കൂടിയില്ല. നമ്മുടെ ഇതൊക്കെ നവീൻ നമ്മുടെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. എന്തായാലും അഭിരാമി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബ്രേക്ക് ഉണ്ടാകുന്നൊരു മൂവി കൂടിയാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും നാച്ചുറൽ ആക്ടിങ് എന്നൊക്കെ പറഞ്ഞ അതാണ്. ഞാൻ ഇന്നലെ ക്യൂവിൽ കണ്ടിരുന്നു ഈ മൂവി. അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് കാണുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഫീലുള്ള പോലെ ഫീൽ ചെയ്തു. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, അതായത് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, വന്ന് കാണുമെന്ന് പറയാനുള്ളൊരു വിശ്വാസം ഫീൽ ചെയ്തു. പ്ലീസ് കം ആൻഡ് വാച്ച് അഭിരാമി. താങ്ക് യു സോ മച്ച്. ആൻഡ് എൻ്റെ എല്ലാവർക്കും, പരിചേട്ടനോടും നവീൻ ചേട്ടനോടും വന്ന എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. ഗായത്രിയുടെ അഭിനയം എങ്ങനെയുണ്ട്? ഗായത്രി അടിപൊളിയല്ലേ? ഈ മെസ്സേജ് ആയിരിക്കും ഈ സമൂഹത്തിലേക്ക് ഈ സിനിമ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ബോഡി ഷേമിങ് ഇത് ശരിക്കും ഒരു സോഷ്യൽ മെസ്സേജ് ഉണ്ടല്ലോ ഇതിൽ കൊടുക്കണുണ്ടല്ലോ. പിന്നെ ഇതെല്ലാവരും കാണണം, അടിപൊളിയാണ്. ഗായത്രി സുരേഷ് വേറെ അങ്ങനെയില്ല. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ട്രെൻഡ് അങ്ങനത്തെ ഒരു ടൈപ്പ് സിനിമയാണ്. വേറെ അങ്ങനെയൊന്നുമില്ല. ഈ സോഷ്യൽ മീഡിയയിൽ ബുള്ളിങ്ങും ഈ ഹറാസ്മെന്റുകളൊക്കെ നടക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ. അപ്പോൾ അതിനൊക്കെ ചോദ്യം ചെയ്യുന്ന പോലത്തെ ഒരു സിനിമ തന്നെയാണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് സിനിമ തന്നെയാണ്. ഒരു ബുള്ളിങ് ടൈപ്പ് അങ്ങനത്തെ ഒരു സിനിമയായിട്ട് ഞാൻ കണ്ടത്. ഈ ഗായത്രിയുടെ അഭിനയം എങ്ങനെയുണ്ട്? നല്ല ഇതാണ്. നല്ല അഭിനയം തന്നെയാണ്. മസ്റ്റ് വാച്ച് സിനിമ തന്നെയാണോ? ഇപ്പോഴത്തെ ഒരു സോഷ്യൽ ഒരു ബുള്ളിങ് ടൈപ്പ് സിനിമയാണ്. അത് ആൾക്കാർക്ക് ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഗായത്രി എപ്പോഴും ട്രോളുകൾക്കൊക്കെ ഇരയാവുന്നതാണ്. എപ്പോഴും ട്രോളുകൾക്കൊക്കെ കുറേ കാണാറുണ്ട്. അപ്പോൾ ഇത് ആപ്റ്റായിട്ടുള്ള കഥാപാത്രമാണ്. അങ്ങനെയായിട്ട് കണ്ടു കുറേ ട്രോള് കാണാറുണ്ടല്ലോ. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.